ചെറിയൊരു താഴ്ച ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ഗുഹ പോലത്തെ ഒരു സ്ഥലമുണ്ട്. അപ്പം അതിൻ്റെ സൈഡിലാണ് ഒരു മരം. മരത്തിൽ ഇങ്ങനെ കെട്ടിയിട്ടേക്കുമായിരുന്നു. കെട്ടിയിട്ടാണ് ശീതൽ ഇങ്ങനെ ഓരോന്ന് മറ്റേ സിറിഞ്ച് വെച്ച് കുത്താൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ മുകളിൽ നിന്ന് കല്ലെടുത്തിട്ട് ഇങ്ങനെ എറിയുന്ന ഒരു സീനുണ്ട്, തലക്കിട്ട് കൊള്ളുന്ന പോലെ. അപ്പം ഡയറക്ടറൊക്കെ പറഞ്ഞു അവിടെ കല്ലുണ്ട്, പക്ഷെ എറിയുമ്പോൾ നീ അവളുടെ തലക്കിന്ന് എറിയരുത്, സൈഡിലേക്ക് പോകുന്ന പോലെ എറിയണം എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ ഞാനിവിടുന്ന് പറഞ്ഞിട്ടാ നോക്കിയൊക്കെ എറിയണോട്ടോ, നോക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുക. അന്ന് പാറക്കല്ലല്ലേ. അപ്പൊ എടുത്തിട്ട് നൈറ്റ് സീൻ ആയിരുന്നു. അപ്പൊ അത് ഏകദേശം ഒരു ഈവനിങ് സമയമായി, ഒരു 7-8 മണി ആ സമയമായി. ഇത് ഈ കല്ലെടുത്തിട്ട് നേരെ ഇങ്ങനെ എറിഞ്ഞപ്പോ നേരെ ഈ മരത്തിലേക്ക് അവിടെ ഇവിടെ കൊണ്ട് നേരെ ഈ ഗുഹയുടെ അകത്തേക്ക് കയറിപ്പോയി കല്ല്. അപ്പൊ ഞാനിവിടെ മരം, ഞാൻ ഗുഹ. ഓക്കെ, അകത്തേക്ക് കയറിപ്പോയപ്പോ കയറിയത് മാത്രം ഓർമ്മ പറഞ്ഞോണ്ട് വവ്വാലിന്റെ കൂട്ടം പറന്നിങ്ങനെ വരാ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഏഞ്ചല്, ശീതള്, ക്യാമറമാൻ എല്ലാവരും ആ പരിസരത്തേക്ക് കാണുന്നില്ല, എല്ലാവരും ഓടി. ഇവരുടെ വിചാരം ഞാൻ ഓടുന്ന, ഞാൻ ഇങ്ങനെ ഉടനെ എന്നെ കെട്ടിട്ട്. എന്തായാലും ഇപ്പൊ അത് ട്രോളുകളിൽ ആ സംഭവം എനിക്ക് അത് അധികം അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ആളുകൾ. അറിഞ്ഞിട്ടില്ല, കേട്ടിട്ട് വന്നു. ഈ ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെക്കാളും കൂടുതൽ ആക്റ്റീവാണ് നിങ്ങളുടെ ഫേക്ക് പ്രൊഫൈൽസ്. അർജുൻ ദേശായിക്ക് ഒരു പ്രൊഫൈൽ ഉണ്ട്, അമൃത അർജുൻ ദേശായിക്ക്. അർജുന്റെ ലാപ്ടോപ്പിന് ഒരു പ്രൊഫൈൽ ഉണ്ട്, എനിക്ക് താളിച്ചമോര്, കേസരി, ഇതെല്ലാത്തിനും അല്ലാതെ വേറെ സുകന്യ മോളിന് ഒരു പ്രൊഫൈൽ. ഞാൻ എന്തെങ്കിലും ഫോട്ടോ ഇട്ടാല് അച്ഛനാണ് എനിക്ക് കമന്റ്. ഞാനിത് എന്ത് പറയാനാണ് മോളെ, ആര് എന്താണ് എനിക്കൊന്നും അറിയത്തില്ല മോളെ. അച്ഛനാണ് എനിക്ക് കമന്റ് ഇടുന്നത്. അതേതാ ഞാൻ അറിയാത്തൊരു സുഖം. ഞാനേ അറിഞ്ഞില്ല എന്റെ അച്ഛനെ വിളിക്കുമ്പോ. ആദ്യമായിട്ട് ഒരു മലയാളം സീരിയലിൽ വന്ന് അഭിനയിക്കുന്നു, അത് തന്നെ ഇത്രയും വലിയൊരു ഹിറ്റ് ആയിട്ട് മാറും. സോ ഹൗ വാസ് ദ എൻട്രി? ഇത് ജയകുമാർ സാർ ഹോസ്പിറ്റൽസ് കൺസേൺഡ് പ്രോജക്റ്റാണ് ഇത്. അപ്പോൾ ഈ പ്രോജക്റ്റിൽ വന്നിട്ട് ഞാൻ ഇതിൻ്റെ തമിഴിൽ ഞാൻ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ അതിൽ തന്നെയാണ് സാർ എന്നെ ആദ്യം വിളിച്ചത്. അപ്പോൾ ആ സമയത്തേക്ക് ഞാൻ വേറൊരു ഹിറ്റ് സീരിയലിൽ ചെയ്തുകൊണ്ട് ചാനലിൻ്റെ ഓപ്പോസിറ്റ് ചാനലിൽ തമിഴിൽ, അപ്പോൾ ഓപ്പോസിറ്റ് ചാനലും ഇതും ആയതുകൊണ്ട് പ്രശ്നമായിപ്പോയി, ചെയ്യാൻ പാടില്ലാന്ന്. അപ്പോൾ സാറ് പിന്നീട് എന്നെ വിളിച്ച് മലയാളത്തിൽ സുബ്രഹ്മണ്യൻ താല്പര്യമുണ്ടോ? എനിക്ക് മലയാളം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. മലയാളം അറിയായിരുന്നു ആ സമയത്ത്? ഒരു അക്ഷരം പോലും അറിയാണോ? എന്ത് ധൈര്യത്തിലാണ് പിന്നെ കയറി വന്നത്? എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സുബ്ബണ്ണ വന്നപ്പോൾ ഡയലോഗ് സംസാരിക്കുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ ഞാനും വിചാരിച്ചു, അയ്യോ മലയാളം അങ്ങനെ വലുതായിട്ട് അറിയത്തില്ലല്ലോ എന്ന് വിചാരിച്ചേ. പക്ഷെ 1 മാസം കൊണ്ട് എഴുതാനും വായിക്കാനും വരെ പഠിച്ചു എന്നുള്ളതാ. ഡെയിലി ചേട്ടൻ പത്രം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാല് അവിടെ പത്രം ഉണ്ടാവുമല്ലോ, പത്രം എടുത്തിട്ട് വായിക്കലാണ് ചേട്ടന്റെ ഫസ്റ്റ് പരിപാടി. മലയാളീസ്, മോസ്റ്റ് ഓഫ് ദ മലയാളീസ് എല്ലാവർക്കും തമിഴ് അറിയാം.